ഹായ് ഓൾ. നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് എനിക്കൊരു ജോലി റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. എൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലേ വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒത്തിരി താങ്ക്സ്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഈ ഷോർട്ട് ടൈം കൊണ്ട് എനിക്ക് ഇപ്പം 581 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്ത് ആൾക്കാർക്കും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഒത്തിരി താങ്ക്സ്. ഇനിയും ഞാനിതുപോലെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ എൻ്റെ അടുത്ത് വീഡിയോസ് കണ്ടിട്ട് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുക്കിംഗ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ വെയിറ്റ് ലോസിനെ കുറിച്ച് പറഞ്ഞപ്പം വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഹോസ്റ്റലിലാണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. വീഡിയോസ് ചെയ്യാനാണെങ്കിലും കുക്കിംഗ് ഒക്കെ ചെയ്യാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ലിമിറ്റേഷൻസിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാനൊരു പ്രോട്ടീൻ റിച്ച് ചിക്കൻ സാലഡിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ സാലഡാണ് ശരിക്കും എൻ്റെ വെയിറ്റ് ലോസിൽ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തത്. ഇതാകുമ്പം കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ്. നമുക്കിത് ഡയറക്റ്റ് സാലഡായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയിലോ അങ്ങനെ എന്തെങ്കിലും റോൾ ചെയ്തിട്ടാണെങ്കിലും കഴിക്കാം. നല്ല ഫില്ലിംഗ് ആണ്, നല്ല ടേസ്റ്റിയുമാണ്. സോ ഞാൻ അതിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനാണിത്. ഇത് നന്നായിട്ട് കുക്ക്ഡായ ചിക്കനാണ്. അത് ഞാൻ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് മീഡിയം സൈസ്ഡ് ഒരു ക്യാരറ്റ്, ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ളൊരു ഒനിയൻ, ഒരു ഹാഫ് ക്യാപ്സിക്കം, ലെറ്റ്യൂസ്. ക്യാപ്സിക്കം എല്ലാവർക്കും ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു റോ ആയിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. എൻ്റെ അടുത്ത് ബട്ടറും ഒലീവ് ഓയിലും ഇല്ലാത്തത് കൊണ്ടാണ്. ശരിക്കും ഇങ്ങനത്തെ സാലഡ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഹെൽത്തി ഓപ്ഷനായിട്ട് വരുന്നത് ബട്ടറും ഒലീവ് ഓയിലും ഒക്കെയാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഇത് രണ്ടും അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കോക്കനട്ട് ഓയിലിൽ ചെയ്യുന്നത്. ആദ്യം ഞാൻ സവാള ഇട്ടു. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് അതിലേക്കിട്ടു. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തു. അതിലേക്ക് നമ്മൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഓയിൽ വളരെ കുറച്ചേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ലിഡ് വെച്ച് കവർ ചെയ്തിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഈ ഒനിയൻ ആയാലും ക്യാരറ്റ് ആയാലും അധികം ഓവർ കുക്ക്ഡ് ആകാൻ പാടില്ല. ഓവർ കുക്ക്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ക്രഞ്ചിനെസ് പോകും. നമുക്ക് ആ സാലഡ് കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതിവിടെ ഇപ്പോൾ കറക്റ്റായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എഗ്ഗും വെജിറ്റബിൾസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ടൈമിൽ വേണമെങ്കിൽ പെപ്പർ പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ലാസ്റ്റിലാണ് പെപ്പർ പൗഡർ ആഡ് ചെയ്യാറ്. വെജിറ്റബിൾസ് നന്നായിട്ട് എഗ്ഗുമായിട്ട് മിക്സ് ആയതിന് ശേഷമാണ് നമ്മളിനിയും ബാക്കിയുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇനിയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇടുക. ക്യാപ്സിക്കം ഒരുപാട് കുക്ക്ഡ് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇടുക. ചിക്കൻ വേണമെങ്കിൽ കുറച്ചും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഈ ടൈമിലാണ് ഞാൻ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നത്. ഞാനിത് വീട്ടിലുണ്ടായ പെപ്പർ തന്നെ ഉണക്കി പൊടിച്ചതാണ്. അതുകൊണ്ട് നല്ല ഒരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും എല്ലാം ഉണ്ട് ഇതിന്. ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റാണ് നമ്മൾ ലെറ്റ്യൂസ് ആഡ് ചെയ്യുന്നത്. ലെറ്റ്യൂസ് ആഡ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ലെറ്റ്യൂസ് ഓവർ കുക്ക്ഡ് ആകാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ വാടാൻ പോലും പാടില്ല. ആ ഒരു ഫ്രഷ്നെസ്സോട് തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇതാണ് ഫൈനൽ റിസൾട്ട് വരുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്കിത് ഇങ്ങനെ ഡയറക്റ്റായിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ റോൾ ചെയ്ത്